ഹലോ മക്കളെ, അപ്പോൾ ഫിസിക്സിൻ്റെ ഷുവർ ഷോട്ട് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ സൗണ്ട് വേവ് മോഷൻ, അതുപോലെ കറണ്ട്, ഇലക്ട്രിസിറ്റി, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പതുക്കെ നമ്മുടെ ഫോഴ്സ് മോഷൻ ചാപ്റ്ററുകളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, എവറി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced force acts on it. But a ball rolling on a straight line on a ground stops after some time. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഒരു ഗ്രൗണ്ടിൽ നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 iron balls of different diameters. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? 2 ബോളുകൾ, ഡിഫറെൻറ്റ് ഡയമീറ്ററുള്ള 2 ബോളുകൾ ആർ അലൗഡ് ടു മൂവ് along a straight line on the ground. Which ball comes to rest ഫസ്റ്റ്? ആദ്യം ഏതാണ് നിൽക്കുക? ഒരു വലിയൊരു അയൺ ബോളും ചെറിയൊരു അയൺ ബോളും ഒരുമിച്ച് ഉരുട്ടി വിട്ടാൽ ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഇതാണ് 2 ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട ആൻസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആൻസേഴ്സ് വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് ഒരു ശരിക്കുള്ള ഗ്രൗണ്ടിൽ ബോൾ ഉരുട്ടി വിടുമ്പോൾ സ്റ്റോപ്പ് ആവുന്നതിൻ്റെ കാരണം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് എന്താവുന്നത്? സ്റ്റോപ്പ് ആവുന്നത്. രണ്ടാമത്തെ നിങ്ങൾ നോക്കുക, ഏത് ബോളാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അതിൻ്റെ ആൻസർ നമുക്ക് കൊടുക്കാം. അതിൻ്റെ റീസൺ ഇതാ, ഇനർഷ്യ ഓഫ് മോഷൻ ആണ്. അപ്പോൾ ബിയിൽ വിച്ച് ബോൾ വിൽ സ്റ്റോപ്പ് ഫസ്റ്റ്? ചെറിയ ബോൾ, മാസ് കുറവുള്ള ബോളിന് എന്ത് കുറവായിരിക്കും? ഇനേർഷ്യ കുറവായിരിക്കും. പെട്ടെന്ന് അതിൻ്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വിച്ച് ബോൾ കംസ് ടു റെസ്റ്റ് അറ്റ് ഫസ്റ്റ്? സ്മോളർ ബോൾ എന്ന് കൊടുക്കാം, അല്ലേ? സ്മോളർ ബോൾ വിൽ സ്റ്റോപ്പ് ഫസ്റ്റ്. ഈ ബോളായിരിക്കും ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദ ഇനേർഷ്യ ഓഫ് എൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. വെൻ ദി മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൽ പറയാനുള്ളത്, ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് പറയാനുള്ളത്. ഇനേർഷ്യ മനസ്സിലുണ്ടായിരിക്കണം. മാസ് കൂടുന്ന ആളുകൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും. അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനേർഷ്യ കൂടിയ ഒബ്ജക്റ്റുകൾ റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടെടുത്ത് മൂവ് ചെയ്യാനും എന്താണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്. എ കാർ മൂവിംഗ് വിത്ത്, അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് 72 km/h കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ 4 seconds on applying brake. If the mass of the car including the passengers is 1500 kg, what will be the force applied when brake is applied? അപ്പോൾ ഒരു മോഷനിലെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ, ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യേണ്ട ചോദ്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൺ വാല്യൂസ് ആദ്യം എടുത്ത് എഴുതണം. ഓൾറെഡി ഒരു സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറായിരുന്നു. u = 72 km/h ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ SI യൂണിറ്റിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഇതിനെ ഇപ്പം തന്നെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 18ഉം 72ഉം ഡിവൈഡ് ചെയ്താൽ 4 വരും. സോ ദിസ് ഈസ് 20 m/s. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആൾ റെസ്റ്റിലെത്തുന്നു എന്ന് വെച്ചാൽ അയാളുടെ ഫൈനൽ സ്പീഡ് 0 ആയിട്ട് മാറും. എത്ര സമയം എടുത്തിട്ടാണ്? 4 സെക്കൻഡ് എടുത്തിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, മാസ് ഓഫ് ദ കാർ ഇൻക്ലൂഡിങ് ദ പാസഞ്ചേഴ്സ്, ടോട്ടൽ മാസ് എത്രയാണ്? 1500 kg ആണ്. അപ്പോൾ ഗിവൺ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സ് ആണ്. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സോ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ v - u / t ആണ്. v എത്രയാ? v0, അല്ലേ? 0 മൈനസ് ഇനീഷ്യൽ സ്പീഡ് 20 m/s ആണ്, കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്, ഡിവൈഡഡ് ബൈ 4. സോ ദിസ് ഈസ് -20/4, 5 m/s² ആണ് ആക്സിലറേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എത്രയായിരിക്കും? -5 ആയിരിക്കും കേട്ടോ. കാരണം എന്താണ്? ബ്രേക്കിംഗ് ആണ്, റിട്ടാർഡേഷൻ ആണ്. ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് -5 ആണ് കിട്ടുക. സോ മാസ് ഇസ് ഈക്വൽ ടു 1500 ഇൻറ്റു -5, അല്ലേ? ഇൻറ്റു എത്രയാണ്? -5 ആണ്. അപ്പോൾ ഇത് -7500 ന്യൂട്ടൺ എന്നുള്ള ആൻസർ കിട്ടും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എഴുതാം നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ്. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? റിട്ടാർഡേഷനെയാണ് നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ്. v - u/t വെച്ച് ആക്സിലറേഷൻ കിട്ടുന്നു, അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഡിഫൈൻ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, SI യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം ഇൻറ്റു m/s. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.02 kg, അല്ല? അപ്പോൾ എയുടെ ആൻസർ ഇനി ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എയുടെ ആൻസർ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം m/s. അപ്പോൾ മൊമെൻറ്റത്തിന് നമ്മൾ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി എന്നും, അതുപോലെ തന്നെ മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി.
എ ബുള്ളറ്റ് ഓഫ് മാസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബുള്ളറ്റ് ഓഫ് മാസ് എത്രയാണ്? 0.02 കിലോഗ്രാം ഈസ് ഫയർഡ് ഫ്രം എ ഗൺ വെയിങ് 7.5 കിലോഗ്രാം. ഒരു ഗണ്ണിൻ്റെ മാസ്, സ്ഥിരം നമ്മുടെ ബുക്കിലുള്ള ചോദ്യമാണ് കേട്ടോ, മൊമെൻറ്റത്തിൻ്റെ ചോദ്യമാണ്, മൊമെൻറ്റം കൺസർവേഷൻ്റെ ചോദ്യമാണ്. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഇസ് 200 മീറ്റർ പെർ സെക്കൻഡ്, ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡും തന്നിട്ടുണ്ട്. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ഗൺ റീകോയിൽസ്, ഗണ്ണിൻ്റെ റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യമാണ്, പഠിച്ച ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാകും. മൊമെൻറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജെക്ട്, ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് വെലോസിറ്റി. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. പോയിക്കൂടെ? പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വെലോസിറ്റി ഓഫ് ഗണ്ണിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻറ്റു സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഗൺ. ഇത് ചെയ്താൽ മതി. ഇതിൻ്റെ തിയറിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ യെസ്, 0.02 കിലോഗ്രാമാണ് ബുള്ളറ്റിൻ്റെ മാസ് അല്ലേ. 0.02 മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ സ്പീഡ് 200 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. മാസ് എത്രയാണ്? 7.5 ആണ്. 7.5 ആണ്. 0.02 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 0 ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസും പോയി കിട്ടും. അപ്പോൾ ഇവിടെ 2 ആകും. 2 × 2 4 ആകും. സോ 4 ഡിവൈഡഡ് ബൈ 7.5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, 4 ഡിവൈഡഡ് ബൈ 7.5 ആണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ഗൺ റീകോയിൽസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് 7.5നെ ഇങ്ങനെ കിടക്കുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റാം? വേറൊരു ഫ്രാക്ഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡെസിമൽ ആക്കിയിട്ടോ മാറ്റാം. അതിനുവേണ്ടി നിങ്ങളൊരു ചെറിയ കാൽക്കുലേഷൻ സൈഡിൽ ചെയ്ത് നോക്കുക. 40 ഡിവൈഡഡ് ബൈ 7.5 എത്ര വരും എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 5 അല്ലേ? യെസ്, 5.33 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്ര വരും? 0.533 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഗണ്ണിൻ്റെ റീകോയിൽ സ്പീഡ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആൻസർ ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡെസിമൽ പ്ലേസിലേക്കും ഡിവൈഡ് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിലേറ്റഡ് ടു ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനർഷ്യ ഓഫ് മോഷൻ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വെൻ ദി ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ഈസ് ഷെയ്ക്കൺ ദി മാംഗോ ഫോൾസ് ഡൗൺ. അപ്പോൾ ആദ്യം റെസ്റ്റിലിരുന്ന മാംഗോ പെട്ടെന്ന് പിടിച്ച ഒരാൾ ഷെയ്ക്ക് ചെയ്യുമ്പം അത് മൂവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അത് പൊട്ടി താഴെ വീഴുന്നത് ഏതാണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. വെൻ എ കാർപ്പറ്റ് ഇസ് സസ്പെൻഡഡ് ആൻഡ് ഹിറ്റ് വിത്ത്, ഒരു കാർപ്പറ്റൊക്കെ നമ്മളൊരു വടി വെച്ചിട്ട് ഇങ്ങനെ അടിക്കാറുണ്ട്, അതിലെ പൊടി. അപ്പോൾ കാർപ്പറ്റിന് ആ മോഷൻ കിട്ടും, പക്ഷേ അതിൻ്റെ മേലെ റെസ്റ്റിലിരിക്കുന്ന ഡസ്റ്റിന് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ആ മോഷൻ കിട്ടിക്കൊള്ളുന്നില്ല. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ് ഫ്രം ദി ഡസ്റ്റ് കാർപ്പറ്റ്. അവിടെയും ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നേ ഉള്ളൂ. എ മാൻ ജമ്പിങ് ഫ്രം എ മൂവിങ് ട്രെയിൻ ഫോൾസ് ഫോർവേഡ്. നമ്മളൊക്കെ ബസ്സിൽ നിന്ന്, മൂവ് ചെയ്യുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങാൻ നോക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇനർഷ്യ ഓഫ് മോഷനാണ്. എ റണ്ണിങ് അത്ലീറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ഫിനിഷിംഗ് ലൈൻ ഓഫ് ദ റേസ്. ഉസൈൻ ബോൾട്ടിൻ്റെ 100 മീറ്റർ റേസ് കണ്ട ആളുകൾക്കറിയാം, അത് എന്ത് ചെയ്യാൻ പറ്റാറില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഏതിൽ നമുക്ക് എടുത്താം? ഇനർഷ്യ ഓഫ് മോഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് പ്ലേസ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ സ്മൂത്ത് പേപ്പർ. അപ്പോൾ ഒരു യെസ് റെക്കോർഡ് ചെയ്യണ്ടോ? ഇപ്പം തീരും, ഒരു 5 മിനിറ്റ്. ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് പ്ലേസ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ സ്മൂത്ത് പേപ്പർ. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ സ്മൂത്ത് പേപ്പർ അതിൻ്റെ മേലെ വെക്കുന്നു. ഓക്കെ, സ്മൂത്ത് പേപ്പറിൻ്റെ മേലെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുന്നു. വെൻ വി പുൾ ദ പേപ്പർ സഡൻലി ദ ബോട്ടിൽ റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഇൻ ദ സെയിം പൊസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇനർഷ്യ ഓഫ് എന്താണ്? റെസ്റ്റാണ്. റെസ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് പെട്ടെന്നൊരു മോശം കൊടുത്താൽ അതെന്ത് ചെയ്യില്ല, എല്ലാവർക്കും കിട്ടില്ല. നമ്മുടെ ബസ്സിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ. നിർത്തിയിട്ട ബസ് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ബാക്കോട്ടൊക്കെ പോകുന്നത് പോലെ. വെൻ എ മൂവിങ് ബസ് സഡൻലി സ്റ്റോപ്ഡ് ദി സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ടെൻഡ് ടു മൂവ് ഫോർവേഡ്. അതിന് നേരെ ഓപ്പോസിറ്റ്, പോയിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചവിട്ടിയാൽ നമ്മളൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. അതെന്താണ്? ഇനർഷ്യ ഓഫ് മോഷനാണ്. ഓക്കെ, സോ അതിൻ്റെ മലയാളമാണത്, വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ, ഒരാളിതാ ഒരു ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കയറി നിന്നിട്ട്, അതിൻ്റെ മേലെ കയറി നിന്നിട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഡസ് ദ വെഹിക്കിൾ മൂവ് ഹിയർ ഇൻ ദിസ് സിറ്റുവേഷൻ?
ഗിവ് റീസൺ. പറ്റുമോ സക്കീർ ബൈക്ക്? ഒരു കാറിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അതിനെ പുഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. കാരണം അതൊരു ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഒരു കാറൊക്കെ ഏതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം. ഇത് ഇൻറ്റേർണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇയാൾ ഓട്ടോറിക്ഷയെ തള്ളുമ്പം ഓട്ടോറിക്ഷ തിരിച്ച് ഇയാളെയും തള്ളും. അപ്പം ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്സ്റ്റേണലി ഒരു ഫോഴ്സും ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ ദിസ് വെഹിക്കിൾ ഇസ് പുഷ്ഡ് ഫ്രം ദി ഔട്ട്സൈഡ്? യെസ്, ഇറ്റ് വിൽ മൂവ് അല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു മൂവ് ദി വെഹിക്കിൾ? ഏത് ഫോഴ്സാണ് വേണ്ടത്? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സാണ് വേണ്ടത്. ആദ്യത്തേത് ഇൻറ്റേർണൽ ഫോഴ്സ് ആയിരുന്നു, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. തീർച്ചയായിട്ടും അതിനെ മൂവ് ചെയ്യാൻ സാധിക്കും. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഈസ് മൂവിംഗ് വിത്ത് എൻ ആക്സിലറേഷൻ ഓഫ് 2 meter per second square covers a distance of 100 meter. Calculate the time required to cover 100 meter. ഇതാണ് പല കുട്ടികളും സ്ട്രഗിൾ ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ വരുമ്പോൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതാം. ആക്സിലറേഷൻ 2 meter per second square, ഡിസ്റ്റൻസ് 100 meter ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ് കേട്ടോ. സോ u = 0. നമുക്ക് വേണ്ടത് ടൈമാണ്. ഇത് നാലും കൂടെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നുണ്ടോ? UAST വരുന്നില്ലേ? ഏതാണത്? S = ut + ½ AT² ആണ്. അതിൽ ആര് മാത്രമേ ഇല്ലാത്തുള്ളൂ? T മാത്രമേ ഇല്ലാത്തതുള്ളൂ. സോ നമുക്ക് ചെയ്യാം. സോ S = ut + ½ AT² എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാണ്. u 0 ആണ്. അപ്പോൾ ഈ ആദ്യത്തെ u × t അത് 0 ആയി പോകും. ഓക്കെ, സോ ½ ആക്സിലറേഷൻ എത്ര? 2. അതുപോലെ തന്നെ S 100 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? യെസ്. അപ്പോൾ 100 = ½ × 2 × t² എന്ന് വരും. ഈ 2 × 2 ക്യാൻസൽ ചെയ്ത് പോകും. t² = 100 എന്ന് വരും. വിച്ച് മീൻസ് t = 10 seconds ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടി. സിമ്പിൾ ചോദ്യമാണ്, ആകെ 2 സ്റ്റെപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് ഈ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ദൂരം കവർ ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കാർ. അതും അതിനേക്കാളും സിമ്പിൾ അല്ലേ? ഫൈനൽ വെലോസിറ്റി എന്താ? v = u + at ആണ്. സോ v = 0 + 2 × 10 എന്ന് കിട്ടും. 20 meter per second ആണ് ആൻസർ. 20 meter per second ആണ് ആൻസർ. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ്. അടുത്തതിലേക്ക് പോകാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് 4th second. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 4ാമത്തെ സെക്കൻഡ് ഇതാണിത്. അവിടുത്തെ വെലോസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ മതി, ഇവിടെ എത്തും അല്ലേ? അതിനെ നമുക്കിത് അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും 20 meter per second ആണ് അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാകും. ഓക്കെ, 20 meter per second ആണ്. ഗ്രാഫ് നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി കിട്ടി. ഈസ് ദ ബോഡി ഇൻ യൂണിഫോം ആക്സിലറേഷൻ വൈ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ യെസ്, ദ ബോഡി ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. കാരണം എന്താ? ഞാൻ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം. ഇഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, then the body is moving with uniform acceleration. Find out the displacement of the body in 8 seconds. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദി ഗ്രാഫ് ചെയ്താൽ മതി. യെസ്, 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കിതാ ടോട്ടലി ഈ ഒരു ട്രയാങ്കിളാണ് കിട്ടുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ സി പാർട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ വേണ്ടത്? Displacement is equal to area under the graph. Displacement is equal to area under the graph. So S is equal to അവിടുത്തെ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ½ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ½ ½ ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ആക്സിസ് ആണ്. 10 സെക്കൻഡ് ആണ് നമ്മളോട് 10 അല്ലല്ലേ, 8 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. യെസ്, 8 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 8 മുതൽ അങ്ങോട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ 8 ആയിട്ട് മാറും കേട്ടോ. ബേസ് ഓഫ് ദ ട്രയാങ്കിൾ 8 ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 8 സെക്കൻഡിൽ എവിടെ എത്തി? 8 സെക്കൻഡിലെ ഹൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 40 meter per second ആണ്. വളരെ ക്ലിയർ ആയിട്ട് ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 40 meter per second ആണ്. യെസ്, സോ ദിസ് ഈസ് 4 × 8ഉം 2ഉം ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 4 എന്ന് കിട്ടും. 4 × 40 160 meter ആണ് 8 സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, 8 സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് എന്താണ്? 160 meter ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 160 meter 8 സെക്കൻഡ് കൊണ്ട് കേട്ടോ.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തേർഡ് വീഡിയോ കംപ്ലീറ്റ് ആവാണ്. ഷുവർ ഷോട്ട് സീരീസ് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ആൻഡ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. 10 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഞാൻ അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോയത്. പിന്നെ ക്വസ്റ്റ്യനിൽ 8 ആയതുകൊണ്ട് ഞാൻ 8 ആക്കി 160 എന്നുള്ള ആൻസർ കിട്ടി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ 10 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് പോവാം. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും നിർത്തരുത്. ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏത് പാറ്റേൺ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ നോളജ് കൃത്യമായിരിക്കണം. കുറച്ച് ഇക്വേഷൻ കാണാൻ പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക. അതല്ല ഫിസിക്സ് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഓരോ ഇക്വേഷനും എങ്ങനെ വന്നു, അതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ആനുവൽ എക്സാംസിന് എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ.